വലിയ ഒരു പരാജയം. ഇപ്പോൾ ശ്രീ ഷൈബു മഠത്തിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സോംനാഥ് ഭാരതി, ഗോപാൽ റായ് ഒഴികെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും പരാജയപ്പെടുകയാണ്. അതിഷിയുടെ കാര്യത്തിൽ ഫൈനൽ ഫിഗേഴ്സ് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അത് കൽക്കാജി കുറച്ച് ക്ലോസ് ആവുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞതുപോലെ രാജാവ് വീണിട്ട് എന്ത് യുദ്ധം. ഈ പരാജയം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? വിനയത്തോടു കൂടി സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും അഭിലാഷ്. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, നേരത്തെ നിങ്ങൾ അഭിലാഷൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാനുള്ള ഒരവസരമാണിത്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പാർട്ടിയുടെ വലിയതായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. ഞാനിപ്പോഴാണ് കണക്കുകൾ കാണുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് സന്തോഷിക്കാം. BJP വിരുദ്ധ മതേതര വോട്ടുകൾ ഡൽഹിയിൽ ഭിന്നിപ്പിച്ച് BJPയെ വലിയ വിജയത്തിലേക്ക് നയിച്ചതിന് കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. അരവിന്ദ് കെജ്രിവാളിൻ്റെ, ഞാനിപ്പോൾ സ്റ്റുഡിയോയിലിരുന്നാണല്ലോ ഇത് അറിയുന്നത്. ഞാനൊരു ഇലക്ഷൻ പരാജയപ്പെടുന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ ദുഃഖമുണ്ടത് അറിയുന്നതിന്. പക്ഷേ രാഷ്ട്രീയത്തിൽ പരാജയമുണ്ടാവും. ആം ആദ്മി പാർട്ടി ഇവിടെ തളർന്നു പോവുകയൊന്നുമില്ല. കെജ്രിവാൾ പിൻവാങ്ങുകയില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങി വന്നാൽ അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം 10 വർഷക്കാലം പരിവർത്തനം എന്നൊരു പ്രസ്ഥാനമായി ഡൽഹിയിലെ തെരുവുകളിൽ പ്രവർത്തിച്ചയാളാണ്. അദ്ദേഹം അധികാരം നേടാനായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളെയല്ല. അദ്ദേഹം 10 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ഈ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന അതും ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായിരുന്നു. ഒരു മൂവ്മെൻറ്റാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ആ മൂവ്മെൻറ്റിൽ ചേർന്നയാളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങളാരും അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതല്ല. അരവിന്ദ് കെജ്രിവാൾ ഒട്ടുമല്ല. അദ്ദേഹം ഇനിയും ഡൽഹിയിൽ പ്രവർത്തിക്കും, ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കും. ഡൽഹിയിൽ അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളത്. ഡൽഹിയിൽ ഒരിക്കലും ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെട്ടത് വർഗീയ പ്രശ്നങ്ങളോ മന്ദിർ മസ്ജിദ് പ്രശ്നങ്ങളോ ഒന്നുമല്ല. മറിച്ച് ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, യാത്ര, വാഹന സൗകര്യം, ചികിത്സ, ഇത്തരം കാര്യങ്ങളാണ് ഡൽഹിയിൽ ചർച്ചയായിട്ടുള്ളത്. തുടർന്നും അത്തരം സൗകര്യങ്ങൾ ഡൽഹിയിൽ ജനങ്ങൾക്ക് അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ള ബെഞ്ച് മാർക്ക് അനുസരിച്ച് ഡൽഹിയിലെ മുഴുവൻ ജനങ്ങൾക്കും, ഞങ്ങൾ 10 വർഷം മുമ്പ് അധികാരമേൽക്കുമ്പോൾ ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളിലും, ഡൽഹിയിലെ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിൽ, ഗലികളിലൊന്നും കുടിവെള്ളം എത്തിയിരുന്നില്ല. ടാങ്കറിലായിരുന്നു കുടിവെള്ളം സപ്ലൈ ചെയ്തിരുന്നത്. എല്ലായിടത്തേക്കും കൃത്യമായി വൈദ്യുതി എത്തിയിരുന്നില്ല. എല്ലാ സ്ഥലത്തും ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ സ്കൂളുകൾ, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലെ സ്കൂളുകൾ വളരെ മോശം സ്ഥിതിയിലായിരുന്നു. ഈ കഴിഞ്ഞ 10-12 വർഷക്കാലം കൊണ്ട് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിലുള്ളതിനേക്കാളും ഉയർന്ന ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിമാനത്തോടെ തന്നെ പടിയിറങ്ങാം. അരവിന്ദ് കെജ്രിവാളിനെ ആരാധിക്കുന്ന ആളുകൾ ഈ സമയത്ത് അങ്ങേയറ്റം ദുഃഖിതരായിരിക്കും. പക്ഷേ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിന് താഴെ പോകാൻ ഇനി BJP പ്രതിച്ഛായ ഉണ്ടാക്കിയാൽ പോലും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വന്നിട്ട് അഴിമതി ആരോപണങ്ങളിൽ ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾ സാധാരണക്കാരനാണ്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കും വാഗണാർ വിട്ടൊരു കളിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ മാറ്റം വന്ന സാഹചര്യങ്ങളൊക്കെ ജനം കണ്ടതാണ്. ഇതിനൊക്കെതിരെയുള്ള വിധിയെഴുത്താണ് എന്നുള്ളതാണ് BJPയുടെ ആരോപണമെന്ന് പറയുന്നത്.